Welcome to the final episode of Betu's third birthday trip to സാന്റിയാഗോ. റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ നേരെ ഇറങ്ങിയിരിക്കുന്നത് സാന്റിയാഗോയിൽ തന്നെ ഒരു ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് ആയിരുന്നു. സോ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ലഞ്ച് ടൈം ആയിരുന്നു. ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ചത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു, റോയൽ ഇന്ത്യ ക്രൂസിൻ. നല്ലൊരു ബുഫേ ഒക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു ബുഫേ. ഷാമ്പെയിനൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്, മാംഗോ ലസ്സി കുട്ടികൾക്ക്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ പുറത്ത് കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാനുള്ള കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. സോ ഞങ്ങളൊരു ബ്രേക്ക് എടുത്തു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയാണ്, ബട്ട് സ്റ്റിൽ ഞങ്ങൾ പോകാമെന്ന് തന്നെ വിചാരിച്ചു, ലേറ്റ് ആവണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളത് എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളെടുത്ത റെൻ്റൽ കാർ റിട്ടേൺ ചെയ്യാൻ പോകണം. അങ്ങനെ ഞങ്ങൾ റെൻ്റൽ കാർ റിട്ടേണിൽ പോയി ഞങ്ങളുടെ കാറൊക്കെ റിട്ടേൺ ചെയ്തു. കാർ റിട്ടേൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ എടുക്കണം എന്ന് അങ്ങനെ എല്ലാം ചെയ്ത് റിട്ടേൺ ചെയ്ത് നേരെ എയർപോർട്ട് ഷട്ടിലാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. വൈകും വേദും ഈ ട്രിപ്പ് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേദു റെൻ്റൽ കാർ റിട്ടേൺ എത്തുമ്പോഴേക്കും തന്നെ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ അവൾ എൻ്റെ മടിയിൽ കിടന്നുറങ്ങുകയാണ്. അവളിങ്ങനെ നമ്മൾ ഷട്ടിൽ കയറി എയർപോർട്ടിലേക്ക് പോയതൊന്നും മറന്നിട്ടില്ല. ഇനിയിപ്പോൾ എയർപോർട്ടിലേക്കൊക്കെ പോകുന്നതൊക്കെ ഈ വീഡിയോയിൽ കാണുമ്പോഴാണ് വേദു അറിയാൻ പോണത്. തിരിച്ചു പോകുന്നത് ഡെൽറ്റ എയർലൈൻസ് ആയിരുന്നു, ടെർമിനൽ 2 നിന്നായിരുന്നു. സോ ഞങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വേദു എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഈസിയായി. കാരണം എടുത്തുകൊണ്ട് നടക്കുന്നത് അത്ര എളുപ്പമല്ല. വേദുവിൻ്റെ കയ്യിലുള്ള ഈ കോട്ടൺ ക്യാൻഡി ഞങ്ങൾ സിയാറ്റിൽ വരെ എത്തിച്ചത് എങ്ങനെയെന്ന് വളരെ ഒരു ടെൻഷൻ പിടിച്ച കാര്യമായിരുന്നു. കാരണം സെക്യൂരിറ്റി ചെക്കിൽ അത് എടുത്തു കളയുമോ എന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. വേദു എവിടെ? വീതു എവിടെ? എന്താ വൈകു? എങ്ങനെയൊക്കെ നീന്താം എന്നതാണ് അവർ ആ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പല ടൈപ്പ് സ്വിമ്മേഴ്സ്. നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കുക. ഞങ്ങളൊരു കോഫി ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. ദീപോട്ടം കോഫി വാങ്ങാൻ പോയ സമയം ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് കുറച്ച് പ്ലെയിനൊക്കെ നോക്കിയിരിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ പോയിരുന്നു. വൈകും വീടും കുറേ നേരം ഫ്ലൈറ്റ് വന്ന് ഇറങ്ങണത്, അത് കഴിഞ്ഞ് അതിന് ലഗേജസ് ഇറക്കണത്, ആൾക്കാർ ഇറങ്ങണത്, അത് കഴിഞ്ഞ് പിന്നെ ഫ്ലൈറ്റ് വീണ്ടും ലോഡ് ചെയ്ത് വീണ്ടും പോണത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഏർലി ആയിരുന്നു എയർപോർട്ടിലെത്തിയത്. അതുകൊണ്ട് ഇഷ്ടംപോലെ ടൈം നമുക്കുണ്ടായിരുന്നു. സോ കുറേ നേരം അവരിങ്ങനെ നോക്കിയിരുന്നു, ഞങ്ങളും നോക്കിയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഫ്ലൈറ്റ് വന്ന് അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഗേറ്റിലേക്ക് വന്നു കഴിയുമ്പോഴുള്ള പ്രോസസ്സുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ. ആദ്യം അത് വരുന്നതും അത് ഡെക്കിലേക്ക് അടുപ്പിച്ച് നിർത്തണത്, അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാരെ ഇറങ്ങണത്, ലഗേജസ് വന്ന് തുടങ്ങണത്. ആ ലഗേജസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ട്രോളി വന്ന് ആ ട്രോളീൻ്റെ ഓരോ കമ്പാർട്ട്മെൻറ്റിലേക്കും ലഗേജസൊക്കെ കയറ്റി കൊണ്ടുപോകണം. ഇതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. പുറത്ത് നല്ല ഇരുട്ടായി. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വേദുവിനെ കൊണ്ടുപോയി ഒന്ന് ഫ്രഷൊക്കെ ആക്കി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ വേദുവിൻ്റെ കലാപരിപാടികൾ തുടങ്ങി. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റത് കൊണ്ട് തന്നെ വേദുവിന് ഇനി ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എപ്പോഴാണ് നമ്മുടെ ഫ്ലൈറ്റ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബോറടിച്ചു തുടങ്ങിയ വേദുവിൻ്റെ സ്ഥിരം പരിപാടി കളി തുടങ്ങി. എൻ്റെ മുഖത്ത് മേക്കപ്പ് ചെയ്യുക, എൻ്റെ മുടി ചീന്തി തരിക, ഇതൊക്കെയായിരുന്നു വേദുവിൻ്റെ അടുത്ത കലാപരിപാടികൾ ഉണ്ടായിരുന്നത്. The USO is located on the ground level,
class will turn on to American Airlines Stagger. There's only 6 a.m. to 10 p.m. for traffic, and 8 a.m. to 5 p.m. to 10 a.m. in Southern. The USL welcomes members of the armed forces and the public. ഫൈനലി ഞങ്ങൾക്ക് ബോർഡ് ചെയ്യാനുള്ള ടൈമായി. Good evening, ladies and gentlemen. അങ്ങനെ ഫൈനലി സാന്റിയാഗോന് ഞങ്ങൾക്ക് ഫൈനൽ ഗുഡ് ബൈ പറയേണ്ട ടൈമായി. ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. നല്ല ഭംഗിയുണ്ടായിരുന്നു ടേക്ക് ഓഫിൻ്റെ ടൈം. ഫുൾ സിറ്റി ലൈറ്റ്സും ക്ലൗഡ്സും എല്ലാം കൂടിയായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റിൽ എൻ്റർടൈൻമെൻറ്റ് സ്ക്രീൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ ഒക്കുപ്പൈഡ് ആയിരുന്നു. അവർ ഓരോ മൂവീസൊക്കെ കണ്ടിരുന്ന് ഞങ്ങൾക്കൊരു 3 hours യാത്ര ഉണ്ടായിരുന്നു. അത് പോയതേ അറിഞ്ഞില്ല. പിന്നെ ഇടയ്ക്ക് ഫ്ലൈറ്റിൽ അവർ സ്നാക്സും ഡ്രിങ്ക്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ച് ഇരുന്ന് ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനായ സിയാറ്റിൽ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും നേരം നമ്മൾ ഫ്ലൈറ്റല്ലേ കറക്കിക്കൊണ്ടുവന്ന്, എന്നാൽ ഞങ്ങൾ ഫ്ലൈറ്റിനെ കുറച്ച് നേരം ഇട്ട് കറക്കാമെന്ന് വിചാരിച്ചത്. ഫ്ലൈറ്റിനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് വേദു. സാന്റിയാഗോ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഹോളിഡേ പ്ലേസാണ്. ഞങ്ങൾ ഇതിന് മുന്നേയും പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ നല്ല ഒരുപാട് ഓർമ്മകളുമായി ഞങ്ങൾ സിയാറ്റിൽ തിരിച്ചെത്തി. ഞങ്ങളിനി ഞങ്ങളുടെ കാർ എടുക്കാൻ പോകാനുള്ള പാർക്കിങ്ങിലേക്കുള്ള ഷട്ടലാണ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഈ കോട്ടൺ ക്യാൻഡി വേദുവിൻ്റെ സെക്യൂരിറ്റി ചെക്കിൽ മിസ്സായില്ല, അത് അവർ കൊടുത്തു. അത് കിട്ടിയപ്പോൾ വേദു ഭയങ്കര ഹാപ്പി ആയിരുന്നു. സെക്യൂരിറ്റി ചെക്കിന് ആ ഒരു സ്കാനറിൻ്റെ അകത്തേക്ക് ആ കോട്ടൺ ക്യാൻഡി പോകുമ്പോൾ വേദു ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അത് പുറത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ എടുത്ത് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു റിലാക്സ്ഡ് ട്രിപ്പായിരുന്നു ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ ബൈ. ബൈ.